ഹായ്, അനാലിസിസിലെ 11ാമത്തെ വീഡിയോ. ഇതിൽ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് നോക്കുന്നത്. അതായത് ഒരു മെട്രിക് സ്പേസിൽ ഒരു സെറ്റ് ഇ എടുത്തു, അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു. എന്നിട്ട് റിസൾട്ട് എന്താ പറഞ്ഞു വെച്ചാൽ, ഇത് ഓപ്പൺ ആണെങ്കിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ്, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ തൊട്ടുമുമ്പത്തെ വീഡിയോകളിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ആണെങ്കിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഇനി തിരിച്ചും, ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ ഇത് ഓപ്പണും ആയിരിക്കും. അതായത് ഇ ഈസ് ഓപ്പൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ കോംപ്ലിമെൻ്റ് ഈസ് ക്ലോസ്ഡ്. ഒന്ന് ഓപ്പൺ ആണ്, മറ്റേ ക്ലോസ്ഡ്. തിരിച്ചും അത് ക്ലോസ്ഡ് ആണ്, ഇത് ഓപ്പൺ. റിസൾട്ട് പക്കയാണല്ലോ, മനസ്സിലായാലോ. ഇനി അത് പ്രൂവ് ചെയ്യാൻ പോകാം. നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇത് ഓപ്പൺ ആണെന്ന് എടുത്തിട്ട് ഇത് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പോ ഇത് ക്ലോസ്ഡ് ആണെന്ന് എടുത്തിട്ട് ഇത് ഓപ്പൺ ആണെന്ന് കാണിക്കണം. ഓക്കെ, ഞാൻ ആദ്യം ഇത് ഓപ്പൺ ആണെന്ന് എടുക്കട്ടെ. ലെറ്റ് ഈസ് ഓപ്പൺ. ഓക്കെ, ഇത് ഓരോ സ്റ്റെപ്പിലും പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ പ്രൂഫ് മനസ്സിൽ വന്നിട്ടില്ലെങ്കിലും ആ ആലോചന നല്ലതായിരിക്കും. പിന്നീട് ഞാൻ പറയുമ്പോൾ ക്ലിയർ ആവും. പിന്നെ ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് ഇത്തരം കാര്യത്തിൻ്റെ പ്രൂഫുകളൊക്കെ സ്കിപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാറിയോ? നിങ്ങൾക്ക് ആ മെട്രിക് സ്പേസിൻ്റെ അല്ലെങ്കിൽ ടോപ്പോളജിക്കൽ സ്പേസിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് പിടുത്തം കിട്ടാതെ പോകും. ഇത് നേരെ എക്സാം ഓറിയൻറ്റഡ് ആണെന്ന് വെച്ചാൽ അതല്ല. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യുമ്പം ആ സ്പേസ് എന്താണ് പക്ക നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു വട്ടം അനുഭവിച്ചോ, ഒന്ന് എഴുതിയിട്ട് അനുഭവിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ മറന്നോ, നോ പ്രോബ്ലം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടും ക്ലിയർ ആവാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പറും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഫെസിലിറ്റീസൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഞാൻ എന്തെടുക്കുകയാണ്? ഇത് ഓപ്പൺ ആണെന്ന് എടുത്തു. ഇനി എനിക്ക് എന്താ കാണിക്കുന്നത്? ഇത് ക്ലോസ്ഡ് ആണെന്നുള്ളത്. അപ്പോൾ ഓരോന്നും ഓർത്തൊക്കെ ഓപ്പൺ സെറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നൊക്കെ നിങ്ങളെ മനസ്സിൽ വരണം. എന്താ ഡെഫിനിഷൻ? ഒരു സെറ്റ് ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കും. അതായത് അതിൻ്റെ അകത്തുള്ള ഏതൊരു പോയിൻറ്റിനും ഒരു ബോൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും അല്ലേ? അത് ഇൻറ്റീരിയർ പോയിൻ്റ് ഡെഫിനിഷൻ അതാ. ഇനി ഇത് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ എല്ലാ ലിമിറ്റ് പോയിൻറ്റ്സും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അതിൻ്റെ പുറത്തുള്ള ആരും തന്നെ ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആയിരിക്കില്ല. അതല്ലേ ക്ലോസ്ഡ് സെറ്റിൻ്റെ ഡെഫിനിഷൻ? അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ പക്ക ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഓപ്പൺ ആണെന്ന് എടുത്തു, ഇത് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ എന്താ ഞാൻ ഒന്നുകൂടി പറയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതല്ലേ നിങ്ങൾ കാണിക്കേണ്ടത്. അതായത് ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ആരും തന്നെ ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് അല്ല. ലിമിറ്റ് പോയിൻ്റ് ഒക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതിൻ്റെ അകത്തില്ലാത്ത ആരുകൾ കൊണ്ടുവന്നോ അത് ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആയിരിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഇനി നമ്മുടെ മെട്രിക് സ്പേസിലെ പോയിൻറ്റ്സ് മൊത്തം ഒന്നുകിൽ ഈയിലുണ്ടാവും അല്ലെങ്കിൽ ഈ കോംപ്ലിമെൻറ്റിലുണ്ടാവും. അപ്പം ഇതിലില്ലാത്ത ആരും തന്നെ ഇതിൽ ലിമിറ്റ് പോയിൻ്റ് അല്ലാതെ കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ഒരു പോയിൻ്റ് ഇതില്ലാത്ത പോയിൻറ്റ്സ് ഒക്കെ അവിടെ വരില്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു പോയിൻറ്റും ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് അല്ലാതെ കാണിച്ചാൽ പോരെ? പോസ് ചെയ്തിട്ട് ആലോചിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇത് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാൻ എന്താ വേണ്ടത്? ഇതിൽ ഇല്ലാത്ത ആരും തന്നെ ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് അല്ലാന്നാണ് കാണിക്കേണ്ടത്. ഇതിലില്ലാത്തവർ തന്നെ പിന്നെ എവിടെ വരിക? ഇവിടെ ഉള്ള. അപ്പം ഇവിടെ ഉള്ള ആരും തന്നെ ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് അല്ലാതെ കാണിച്ചാൽ ഇത് ക്ലോസ്ഡ് ആയല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു പോയിൻ്റ് എടുക്കുകയാണ്. ലെറ്റ് പി ബിലോങ്സ് ടു ഇ. എന്നിട്ട് അത് ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് അല്ലാന്ന് ഞാൻ ഇവിടെ കാണിക്കും. വെയിറ്റ് ആൻഡ് സി. ഇത് ഇവിടുത്തെ പോയിൻ്റ് ആണല്ലോ. ഈ ഇപ്പോൾ ഓപ്പണാണ് നമ്മൾ എടുത്തല്ലോ. അപ്പം അതൊരു ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കുമല്ലോ. കാരണം ഓപ്പൺ സെറ്റിൽ എല്ലാ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റ് ആണ്. അപ്പോൾ പീൻ്റെ ഒരു നൈബർഹുഡ് അല്ലെങ്കിൽ ഒരു ബോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് തന്നെ കിട്ടുമല്ലോ. ഒരു ബോൾ, ഒരു BPR നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ? വിച്ച് ഈസ് സബ്സെറ്റ് ഓഫ് ഇ. കംപ്ലീറ്റ് ആയിട്ട് പി സെൻറ്റേഡ് ആയിട്ടുള്ള ആ റേഡിയസുള്ളൊരു ബോൾ നിങ്ങൾക്ക് കിട്ടും. ആ ബോൾ കംപ്ലീറ്റ് ഇയിൽ കിട്ടും. അതാണ് ഈ ഓപ്പൺ ആണുള്ളതിൻ്റെ ഡെഫിനിഷൻ. അതിൻ്റെ അതിൽ ഏതൊരു പോയിൻറ്റും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഞാൻ എഴുതട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ BPR ഈ ബോളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിലീറ്റഡ് നൈബർഹുഡ് എന്ന് എഴുതി വെക്കുക. ഡിലീറ്റഡ് നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ അകത്ത് നിന്ന് ആ സെൻറ്റർ പി അങ്ങ് ഒഴിവാക്കണം. ബാക്കിയുള്ള സെറ്റാണ് ഡിലീറ്റഡ് നൈബർഹുഡ് എന്ന് പറയുക. അല്ലേ? അതിനകത്ത് പി ഐ ഡിലീറ്റഡ് നൈബർഹുഡ്. ഇത് മൊത്തത്തിൽ ഇതിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ ഈ ഡിലീറ്റഡ് ഇതിനകത്ത് നിന്ന് പി ഒഴിവാക്കിയാലും ഇതിൻ്റെ സബ്സെറ്റ് തന്നെയല്ലേ? ഇതൊന്ന് ഒന്ന് എഴുതിയേക്കാം അല്ലേ? ഇതിനകത്ത് ഒരാളെ ഒഴിവാക്കിയാലും വീണ്ടും ഇതിൻ്റെ സബ്സെറ്റ് തന്നെ വരിക. ഓക്കെ, അപ്പോൾ ഈ പിയുടെ ഈ ഡിലീറ്റഡ് നൈബർഹുഡ് മൊത്തം ഇതിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ ഈ ഡിലീറ്റഡ് നൈബർഹുഡും ഈ കോംപ്ലിമെൻ്റ് തമ്മിൽ പിന്നെ എന്തെങ്കിലും ഷെയറിംഗ് ഉണ്ടാവുമോ? ഇല്ലല്ലോ. കാരണം ആ സെറ്റ് മൊത്തം ഇതിൻ്റെ അകത്താണുള്ളത്. പിന്നെ ഈ കോംപ്ലിമെൻ്റ് എന്തെങ്കിലും ഷെയറിംഗ് ഉണ്ടാവും? ഇല്ല. അല്ലേ? അതും ഈ കോംപ്ലിമെൻ്റ് തമ്മിൽ ഒരു ഷെയറിങ്ങും ഉണ്ടാവില്ല. കാരണം ഈ സെറ്റ് മൊത്തം ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇനി നോക്കുക, ഇതെന്താ ഇപ്പോൾ പറഞ്ഞത്? ഞാൻ
ഈൻ്റെ അകത്തു നിന്ന് ഒരു പോയിൻ്റ് പി എടുത്തു, എന്നിട്ട് അതിൻ്റെ ഒരു ഡിലീറ്റഡ് നെയ്ബർഹുഡ് എനിക്ക് കിട്ടി. ആ ഡിലീറ്റഡ് നെയ്ബർഹുഡും നമ്മുടെ ഈ കോംപ്ലിമെൻറ്റും തമ്മിൽ ഒരു ഷെയറിങ്ങും ഇല്ല, അവ ഡിസ്ജോയിൻ്റാണ്. അപ്പോൾ പിന്നെ പി ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആകുമോ? ലിമിറ്റ് പോയിൻറ്റിൻ്റെ കണ്ടീഷൻ എന്താ? അതിൻ്റെ എല്ലാ ഡിലീറ്റഡ് നെയ്ബർഹുഡും ഈയും തമ്മിൽ നോൺ എംപ്റ്റി ഇൻ്റർസെക്ഷൻ ഉണ്ടാവണം. പക്ഷേ ഇവിടെ പിക്ക് ഇതിനകത്തുള്ള ഒരു പോയിൻ്റ് പി എടുത്തപ്പം അതിന് കറസ്പോണ്ടിങ് ഒരു ഡിലീറ്റഡ് നെയ്ബർഹുഡ് കിട്ടി, അതും ഈ കോംപ്ലിമെൻറ്റും തമ്മിൽ ഒരു ഷെയറിങ്ങും ഇല്ല. വിച്ച് ഇംപ്ലൈസ് പി ഈസ് നോട്ട് എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് ഈ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ കോംപ്ലിമെൻറ്റിൻ്റെ പുറത്തുള്ള ഒരു പോയിൻ്റ് ഞാൻ എടുത്തപ്പോൾ കോംപ്ലിമെൻറ്റിൻ്റെ പുറത്ത് പോയിൻ്റ് ഓട്ടോമാറ്റിക്കലി ഈയിലെത്തും. അതായത് ഈ ഈയിലുള്ളൊരു പോയിൻ്റ് ഞാൻ എടുത്തപ്പോൾ ആ പോയിൻ്റ് ഈ കോംപ്ലിമെൻറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് അല്ല. അപ്പോൾ ഈ കോംപ്ലിമെൻറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റൊക്കെ പിന്നെ എവിടെ തന്നെ ഉണ്ടാവും? ഈയിൽ തന്നെ, അതിൽ തന്നെ ഉണ്ടാവും. കാരണം പുറത്തുള്ള ഒരാൾ അതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് അല്ല, പുറത്തുള്ളൊരു പോയിൻ്റ് എടുത്തപ്പോൾ അതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് അല്ല. ക്ലിയർ അല്ലേ? ഒരു സൈഡായി. ഇനി മറ്റേ സൈഡ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി ഇതിൻ്റെ കോൺവേഴ്സ്, അതായത് ഈ കോംപ്ലിമെൻറ്റ് ക്ലോസറാന്ന് എടുത്തിട്ട് ഇത് ഓപ്പണാന്ന് കാണിക്കണം. ഇത് ഓപ്പണാന്ന് കാണിക്കുന്നത് എന്താ വേണ്ടത്? ഇതിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റാന്ന് കാണിക്കണം. ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ പോയിൻറ്റിൻ്റെ ഒരു നെയ്ബർഹുഡ് അല്ലെങ്കിൽ ഒരു ബോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ സെറ്റിൽ തന്നെ വേണം. അതല്ലേ ഇൻറ്റീരിയർ പോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു പോയിൻ്റ് എടുക്കട്ടെ അല്ലേ, എന്നിട്ട് അത് ഇൻറ്റീരിയർ പോയിൻ്റാന്ന് കാണിക്കണം ഈൻ്റെ അല്ലേ. ലെറ്റ് പി ബിലോങ്സ് ടു ഇ. എനിക്ക് എന്താ കാണിക്കേണ്ടത്? ഈ പി ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാന്ന് കാണിക്കണം. ഇതിൻ്റെ ഇൻഫർമേഷൻ എന്താണ്? ഇത് ക്ലോസ്ഡ് ആണെന്നുള്ള. അപ്പോൾ ഞാൻ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് അത് പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ക്ലോസ്ഡ് ആണ്. നമ്മൾ പോയിൻ്റ് പി എടുത്ത് എവിടുന്നാ? ഈന്നാ. അപ്പോൾ ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ഒക്കെ ഇവിടെ തന്നെ വരൂലേ? ഇവിടെ ഉള്ളൊരു പോയിൻ്റ് ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആവോ? അല്ലേ? ഇവിടെ ഉള്ളൊരു പോയിൻ്റ് ഇതിൻ്റെ പുറത്തുള്ള പോയിൻ്റ് അല്ലേ? അല്ലേ? അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്ത ഈ പി ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആവില്ലല്ലോ. പോസ് ചെയ്തിട്ട് മനസ്സിലാക്കട്ടോ. പി എടുത്താൽ ഞാൻ ഇവിടുന്നാണ്, ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ഒക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും, ഇതിൻ്റെ പുറത്ത് ഉണ്ടാവില്ല. അപ്പോൾ പി ഈസ് നോട്ട് എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് ഈ കോംപ്ലിമെൻറ്റ്. ഞാൻ ഇവിടെ ഇതാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. പി ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് അല്ല. ഇനി ലിമിറ്റ് പോയിൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലിമിറ്റ് പോയിൻ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിൻ്റെ ഏതൊരു ഡിലീറ്റഡ് നെയ്ബർഹുഡും ഇതും തമ്മിൽ ഷെയറിംഗ് ഉണ്ടാവും ലിമിറ്റ് പോയിൻ്റ് ആണെങ്കിൽ. അപ്പോൾ ഇവിടെ ലിമിറ്റ് പോയിൻ്റ് അല്ലെങ്കിലോ നമുക്ക് ഒരു ഡിലീറ്റഡ് നെയ്ബർഹുഡ് എങ്കിലും കിട്ടും, സച്ച് ദാറ്റ് ആ ഡിലീറ്റഡ് നെയ്ബർഹുഡും ഈ കോംപ്ലിമെൻറ്റ് തമ്മിൽ ഒരു ഷെയറിങ്ങും ഇല്ലാതെ. എന്നിട്ടല്ലേ ഇത് ലിമിറ്റ് പോയിൻ്റ് അല്ലാതിരുന്നത്? പോസിറ്റീവ് മനസ്സിലാക്കുക. ഞാൻ എഴുതട്ടെ. വിച്ച് ഇംപ്ലൈസ് ദർ എക്സിസ്റ്റ് എ ഡിലീറ്റഡ് നെയ്ബർഹുഡ്. ആ ഡിലീറ്റഡ് നെയ്ബർഹുഡ് ഞാൻ എങ്ങനെ എഴുതട്ടെ? ബി പി ആർ മൈനസ് സെറ്റ് പി. ഇതല്ലേ ഡിലീറ്റഡ് നെയ്ബർഹുഡ് അല്ലേ? ദർ എക്സിസ്റ്റ് എ ഡിലീറ്റഡ് നെയ്ബർഹുഡ് സച്ച് ദാറ്റ്, അതിൻ്റെ പ്രത്യേകത ആ ഡിലീറ്റഡ് നെയ്ബർഹുഡും ഈ കോംപ്ലിമെൻറ്റ് തമ്മിൽ ഒരു ഷെയറിങ്ങും ഇല്ല. ഇത് ആ സെറ്റും ഡിലീറ്റഡ് നെയ്ബർഹുഡും ഈ കോംപ്ലിമെൻറ്റ് തമ്മിൽ ഒരു ഷെയറിങ്ങും ഇല്ല. ദേ ആർ ഡിസ്ജോയിൻറ്റ്. എന്നിട്ടല്ലേ പി ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ഇല്ലാതിരുന്നത്? ഓക്കെ, അപ്പോൾ ഈ സെറ്റും ഇതും തമ്മിൽ യാതൊരു ഷെയറിങ്ങും ഇല്ല. നമ്മുടെ മെട്രിക് സ്പേസ് മൊത്തം ഈ കോംപ്ലിമെൻറ്റിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ സെറ്റും ഈ കോംപ്ലിമെൻറ്റ് തമ്മിൽ യാതൊരു ഷെയറിങ്ങും ഇല്ലെങ്കിൽ പിന്നെ ആ സെറ്റ് കംപ്ലീറ്റ്ലി എവിടെ കിടക്കും? ഈയിൽ കിടക്കും. എനിക്കത് എഴുതി കൂടെ? കംപ്ലീറ്റ്ലി എവിടെ കിടക്കും? ഈയിൽ കിടക്കും. ഇനി ബി പി ആറിന് പി ആയിട്ട് ഒഴിവാക്കി ബാക്കിയുള്ളവരൊക്കെ ഈയിലാണ്. പി എവിടെ ഉള്ള ഓൾറെഡി ഈയിലുള്ളതാണ്. അപ്പോൾ ഇനി പിന്നെ ഒഴിവാക്കാണ്ടെന്നാലും ആ സെറ്റ് ഇതിൻ്റെ സബ്സെറ്റ് നയിക്കൂലേ? ബി പി ആറിന് പി ആയിട്ട് ഒഴിവാക്കി ബാക്കിയുള്ളവരൊക്കെ ഈയിലുണ്ട്. പി ഓൾറെഡി ഈയിലുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ ബി പി ആർ കംപ്ലീറ്റ് ഈയിലുണ്ടാവും അല്ലേ? വിച്ച് ഇംപ്ലൈസ് ബി പി ആർ സബ്സെറ്റ് ഈ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിപ്പോൾ ഈൻ്റെ അകത്ത് നിന്ന് ഒരു പോയിൻ്റ് ഞാൻ എടുത്തു, അതിൻ്റെ ഒരു നൈബർഹുഡ് ഒരു ബോൾ കംപ്ലീറ്റ്ലി ഈയിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു. എന്നാൽ എന്താ അർത്ഥം? ആ പി ഈയുടെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് അതല്ല അർത്ഥം. അതല്ല ഇൻറ്റീരിയർ പോയിൻ്റ് ഡെഫിനിഷൻ. അപ്പോൾ ഈയിലുള്ള ഏതൊരു പോയിൻറ്റും ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ എന്താണ്? ഓപ്പണാണ്.
ഇതിങ്ങനെ മനസ്സിലാക്കണം കേട്ടോ പോസ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു ഇത്തരം പ്രൂഫുകളൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഇത് പ്രധാനപ്പെട്ട പ്രൂഫുകൾ, ഒരു സ്പേസ് ഇത് വെട്ടി സ്പേസിൽ പ്രധാനപ്പെട്ട പ്രൂഫുകളാണ് ഇതൊക്കെ. ഓക്കെ, ഇത് സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സ്പേസിൻ്റെ കുറിച്ചുള്ള ഐഡിയ മിസ്സാവും കേട്ടോ. നിങ്ങൾക്ക് ആ സ്പേസിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഇത് മറന്നാലും കുഴപ്പമില്ല, ആ ഐഡിയ നിങ്ങളുടെ തലയിലുണ്ടാവും. അതുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നിങ്ങൾക്കൊരു പോയി പരിചയമുള്ള സ്ഥലത്തേക്ക് പിന്നീട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ എളുപ്പമാണ്. അതവിടെ അറിയാത്തൊരു സ്ഥലത്തേക്ക് പിന്നെ പോകാൻ പറഞ്ഞാലും ആ പരിചയമുള്ള സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടത്താണ് നിങ്ങൾ പോകും അല്ലേ. പക്ഷേ നിങ്ങൾക്ക് തീരെ പരിചയമുള്ളിടത്ത് പോകാൻ പ്രയാസമായിരിക്കില്ലേ. ആ വ്യത്യാസം തന്നെ അത്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെയുള്ള ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഇത് ഇത്തരം പ്രൂഫൊക്കെ ചെയ്യുമ്പോൾ സ്ട്രക്ചറൊക്കെ പിടുത്തം കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ വളരെ സുഖം ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് തിയറം നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.